സിമ്പിൾ അതിൽ സാഹസികമായി വണ്ടി വെച്ചിട്ടുണ്ട്. എന്ത് കാർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇത്താത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാലെ വിചാരിച്ചിറങ്ങിയതാ കേട്ടോ. കാടും മലക്കുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ 90 കിഡാണോ അതോ 2K കിഡാണോ ഫസ്റ്റ് ഇത് കയറി മുകളിലെത്താന്നുള്ള മത്സരത്തിലാട്ടോ. 2K കിഡ് വിടുവോ? ഞങ്ങൾ വിടൊന്നുമില്ല, ഞങ്ങൾ ഓടിയാണെങ്കിലും അവിടെ എത്തുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഓടി. ഓടി വന്നോണ്ട് തന്നെ കഥപ്പ് അങ്ങോട്ട് മാറിയില്ല കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോണ്ട് 90 കിഡ് തലൊക്കെ മറിച്ച് പൊതിച്ചു മൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 90s കിഡിനെ കളിയാക്കി ബാക്കോട്ട് തിരിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മോ എന്തൊരു ഭംഗിയറിയ സ്ഥലം കാണാനേ. മേഘത്തിന്റെ നിഴൽ കാരണം അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഡാർക്ക് പച്ച മറ്റൊടുത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പ്ലീസ് ഈക്ക് തരാതെ പറയണേ കൊണ്ടുവന്നേ കാട്ടുവാസി. താങ്ക് യു. ശരി എന്നാ വിട്ടാ. പുലി അതുമാരി കൊണ്ടുപോയി. അവിടെ പോയി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ കുട്ടികളെ കളി കണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ താഴത്തൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും ഇവിടുന്ന് കയറുമ്പോഴാണെങ്കിലും ഒക്കെ എന്തോ ഭംഗിയുള്ള സ്ഥലം അറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സ്ഥലം. അങ്ങനെ ഞങ്ങൾ നേരെ പോകണം ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ചായൻ്റെ കടയില്ലേ. അവസാനം അപ്പുറത്തെ കടയിൽ ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങിട്ടോ. ഞാൻ ആദ്യമായിട്ട് ചോളം ഉപ്പിലിട്ടത് കഴിക്കുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാട്ടോ. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കുട്ടി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയും കുറേ നേരം ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാണ്ടി നിൽക്കാം കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കല്ലായതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്പായി വീകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് ഞാൻ അങ്ങനത്തെ ചെരുപ്പാണ് ഇട്ടത്. അപ്പം പിന്നെ വീകാണ്ടിക്കൂലല്ലോ. ഞാൻ നോക്കി നോക്കി വേണം നമ്മൾ പോകാൻ. കൂടാണ്ട് ഞങ്ങൾ നല്ലൊരു സൺസെറ്റ് കണ്ടിട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഹൊറിസോൺ ഹിൽസിലെ വിശേഷങ്ങൾ. അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.